സണ്ണി ജോസഫ് വരുമ്പം അൾട്ടിമേറ്റ്ലി അത് സുധാകരൻ്റെ വിജയമാണ്. ആൻ്റണി എന്ന് പറയുന്നത് നമ്മളുടെ ഈ വേർപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ്, അല്ലാതെ നിലത്തിറങ്ങി പണിയെടുത്തിട്ട് വന്നൊന്നുമല്ല. വിശ്വസ്തൻ എന്ന് പറയാൻ അനിൽകുമാറിനെ മാത്രമേ ഉള്ളൂ. വി സി വിശ്വനാഥ് വിശ്വസ്തൻ എന്ന് പറയാൻ പറ്റത്തില്ല. മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ. ആൻ്റോയെ വന്നിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ കട്ടപ്പോക കാണുമായിരുന്നു. സണ്ണി ജോസഫിനെതിരെ ഒരു കോണിൽ നിന്നും ഒരു സാമുദായിക സംഘടനയുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നവുമില്ല. നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജൻജി നമസ്കാരം. പുതിയ KPCC പ്രസിഡന്റായിട്ട് ശ്രീ സണ്ണി ജോസഫ് ഇന്ന് ചുമതലയേറ്റേക്കാണ്. ചുമതലയേൽക്കുന്ന സമയത്ത് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ പ്രകടമായി എങ്കിലും ബാക്കി എല്ലാ നേതാക്കന്മാരും പൂർണ്ണമായ ഒരു പിന്തുണയാണ് സണ്ണി ജോസഫിന് നൽകിയിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ വരവോടുകൂടി കോൺഗ്രസിന് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം കൊടിക്കുന്നിൽ സുരേഷിൽ നിന്ന് ആരംഭിക്കാം. കൊടിക്കുന്നിൽ സുരേഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് നിർഗുണ പരബ്രഹ്മമാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെ എത്ര പ്രാവശ്യം 10 ടൈമും കണ്ടായി ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് വേറെ ആർക്കും മുഴിഞ്ഞു കൊടുക്കത്തില്ല. UDF തരംഗം കൊണ്ടാണ് ജയിച്ചു പോകുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് നല്ല കാൻഡിഡേറ്റ് നിൽക്കുകയും നല്ല മത്സരം നടക്കുകയൊക്കെ ചെയ്താൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സ്ഥിതിയൊക്കെ മോശമാവും. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റണി അങ്ങനെയുള്ള കുറേ ഹൈക്കമാൻഡിലുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് നിൽക്കുന്ന ഒരാളല്ല. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പം പറഞ്ഞ വാക്ക് ഷമാ മുഹമ്മദ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാക്കുമായിട്ട് തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഷമാ മുഹമ്മദ് പറഞ്ഞത് വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണം, വനിതകളെ വടകരയിൽ പരിഗണിക്കണം. ഞാൻ കണ്ണൂർക്കാരിയാണ് എന്നും കൂടെ പറയുമ്പോൾ എന്നെ പരിഗണിക്കണം പറഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് അധസ്ഥിത വർഗത്തിൽപ്പെട്ടവർക്ക് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെ അങ്ങ് ചോദിച്ചാൽ പോരെ. അവിടെയാണ് സുധാകരൻ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് സണ്ണി ജോസഫ് വരുമ്പം അൾട്ടിമേറ്റ്ലി അത് സുധാകരൻ്റെ വിജയമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ അങ്ങനെ വെല്ലുവിളിച്ച് പോയിട്ടുള്ളത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇപ്പോൾ GK മൂപ്പനാർ വെല്ലുവിളിച്ച് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പേരങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ അമരീന്ദർ സിംഗ് പോയിട്ടുണ്ട്, ഒക്കെയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇതിനു മുമ്പ് ഇതേപോലെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരാൾ ആന്റണി പ്രത്യേക ഘട്ടത്തിൽ പോയി. പക്ഷേ ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങനെ ഒരു ധൈര്യം കാണിച്ച ആൾ ഉമ്മൻചാണ്ടിയാണ്. ഒരു സമയത്ത് ഡൽഹിയിൽ പോയിട്ട് പോലും ഇവരെയൊന്നും കാണാതെ 10ാം നമ്പർ ജനപതി പോകാതെ തിരിച്ചു പോന്നു. ഉമ്മൻചാണ്ടി ചില അതൃപ്തികൾ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു, പക്ഷെ അവർക്ക് തൊടാൻ പറ്റത്തില്ല. കെ സുധാകരൻ്റെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്. കെ സുധാകരൻ എന്ത് ചെയ്തു? ആന്റണിയെ കൊണ്ടുവരാനും പ്രതിഷ്ഠിക്കാനും ഒരു റബ്ബർ സ്റ്റാമ്പ്, ചുക്കിനും ചുണ്ടാമ്പനും കൊള്ളാത്ത ഒരാളെ ആ സ്ഥാനത്ത് നിർത്തിക്കഴിഞ്ഞാൽ തൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ പറ്റാതെ മൂന്നാമതൊരു അധികാര കേന്ദ്രം കേരളത്തിലുണ്ടാവരുത്. ഒന്ന് പ്രതിപക്ഷ നേതാവുണ്ട്, അത് തന്നെ എങ്ങനെയും വെട്ടാൻ പറ്റുമെന്ന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിൻ്റെ കയ്യിൽ കേരളം നിൽക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി KC ഉണ്ട്. അപ്പം KCക്ക് തലയെടുപ്പുള്ളൊരു നേതാവ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ ആന്റണി ആകുമ്പോൾ KC പറയുന്നതെല്ലാം കേട്ടിരിക്കും. മാത്രമല്ല ആന്റണി അവിടെ വലിയൊരു പാർട്ടിയൊക്കെ നടത്തി എന്ന് റോബർട്ട് വാദ്രയായിട്ട് നല്ല ബന്ധമാണെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ. പക്ഷേ ഇന്നലത്തെ ആന്റോണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയുള്ള ഒരു ആഞ്ഞടിക്കൽ, അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ വരെ ആഞ്ഞടിക്കാൻ കാണിച്ചൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം ശരിക്കും കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്നുണ്ട്. കാരണം അത്രയും ധീരമായിട്ട് തന്നെ ഞാനൊരു മതത്തിന്റെയും ആളല്ല, ഞാൻ എല്ലാ മതങ്ങളുടെയും ആളാണ്, ഞാനൊരു സഭയുടെയും ആളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മാസ് ഡയലോഗ് ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണി ജോസഫിനെയും അങ്ങനെ എല്ലാവർക്കും വിട്ട് സോഷ്യൽ മീഡിയ അറ്റാക്കിന് വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്നൊക്കെ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ ആന്റോണിയെ അവകാശപ്പെടുന്ന അദ്ദേഹം നല്ലൊരു സംഘാടകനാണ് എന്ന് പറയുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്, ആന്റോണിയെ കുറിച്ച്. പക്ഷേ നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സംഘാടകനാണ്, ഇതൊക്കെയാണ്. പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അല്ല, സിബിക്കും എനിക്കും ഒക്കെ അറിയാം, നമ്മൾ മാധ്യമരംഗത്തുള്ളവർക്ക് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അറിയുമെന്നല്ലാതെ പൊതുസമൂഹത്തിന് ആന്റണി പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും അപ്പുറത്ത്, ആ 2 ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് എത്ര പേർക്ക് അറിയും എന്നുള്ള കാര്യം എനിക്ക് സംശയമായ കൺസേൺ എന്ന് പറയും. കോൺഗ്രസിൻ്റെ തന്നെ കോൺഗ്രസ്സുകാർ ഒന്ന് പത്രം വായിക്കുന്ന സ്വഭാവം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പം കോൺഗ്രസ്സുകാർക്ക് തന്നെ അവരെ മണ്ഡലം പ്രസിഡന്റുമാർക്കോ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കോ എത്ര പേർക്ക് അറിയും എന്നുള്ള കാര്യം സംശയം എനിക്ക്. ആന്റണി എന്ന് പറയുന്നത് നമ്മളുടെ ഈ വേർപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ്, അല്ലാതെ നിലത്തിറങ്ങി പണിയെടുത്തിട്ട് വന്നൊന്നുമല്ല. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു മണ്ഡലമാണ്, പത്തനംതിട്ട അങ്ങനെ തുടർച്ചയായിട്ട് ജയിച്ചു പോരുന്നു എന്നുള്ള സ്ഥിതിയുള്ളൂ. അതേസമയം സണ്ണി ജോസഫ് അങ്ങനല്ല. കണ്ണൂർ ജില്ലയ്ക്കകത്ത് K സുധാകരൻ്റെ റൈറ്റ് ഹാൻഡാണ് സണ്ണി ജോസഫ്, അതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. കണ്ണൂർ ജില്ലയ്ക്കകത്ത് അതുമല്ല, CPMന്റെ സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുത്തിട്ട് ഹാട്രിക് അടിച്ചത്. അത് പേരാവൂരല്ലേ, പേരാവൂർ മണ്ഡലത്തിൽ. അവിടെ DCC പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന ഉറപ്പില്ലാത്തൊരു സ്ഥലമാണ്. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ളിടത്ത് CPMനോട് വെല്ലുവിളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സൈലന്റ് അച്ചീവറാണ്. നന്നായിട്ട് പല ഡിബേറ്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ പക്വമായി രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റും. സുധാകരന്റെ ശിഷ്യനാണെങ്കിലും സുധാകരനെ പോലെ വെല്ലുവിളി രാഷ്ട്രീയവും പറയാറില്ല.
വെല്ലുവിളിക്കേണ്ടടുത്ത് വെല്ലുവിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇങ്ങനെയുള്ള ധൈര്യമുള്ള സ്റ്റഫ് ഉള്ളതുകൊണ്ടാണല്ലോ, ബോൾഡ് ആയതുകൊണ്ടാണല്ലോ അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ സണ്ണി ജോസഫ് ഈ ആന്റോ ആന്റണിയെ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ഇറക്കുമതിയെ കെ.സി. അതായത് 10ാം നമ്പർ ജനപതി പോയിട്ട് ഇവർ ചർച്ച നടത്തിയപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ആശ്ലേഷിക്കുന്നു, രാഹുൽ ഗാന്ധി സ്വീകരിച്ചു കൊണ്ടുപോകുന്നു, സുധാകരൻ ഒരു പാവമാണെന്ന് എല്ലാവർക്കും അറിയാലോ. സുധാകരനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു, തിരിച്ചും പോരുന്നു. അപ്പോഴാണ് ഇങ്ങേരെ ബൾബ് കത്തിയത്. ബാക്കിയുള്ളവരെല്ലാം വിളിച്ചപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള കേരളത്തിലെ നേതാക്കന്മാർ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിളിച്ച് നിങ്ങൾ എന്ത് വിട്ടിത്തര കാണിച്ച് അവർ ആന്റോയെ കൊണ്ടുള്ള പരിപാടിയാണ്. ആരെയെ കൊണ്ടിരുന്നതെന്നുള്ളത് സുധാകരനോട് പറഞ്ഞിട്ടില്ല. സുധാകരൻ എങ്ങനെ മാറി നമുക്ക് പുതിയ ഒരാൾ വരണം എന്നുള്ളത് കൺവിൻസ് ചെയ്ത് പുള്ളിക്ക് മാറുന്നതിനും വിരോധം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുള്ളി ടൈറ്റ് ആക്കിയത്. പുള്ളി ഗെയിം കളിച്ചു വളരെ സ്ട്രോങ് ആയിട്ട്. ഞാൻ മാറുന്നില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിമ്മിലൊക്കെ അടിക്കുന്നുണ്ടല്ലേ. അപ്പം എനിക്കൊരു പ്രശ്നമില്ല, എനിക്കെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ മാറുന്നില്ല, മാറേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞത് ബാർഗെയിനിങ് ആയിരുന്നു. അതിന് മുമ്പിൽ ഇവർക്ക് മുട്ടുകൂത്തേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് ശേഷം അങ്ങനെ ഹൈക്കമാൻഡിനെ വരച്ച വരയിൽ നിർത്താൻ കെ സുധാകരന് കഴിഞ്ഞു. കെ സുധാകരന്റെ നോമിനിയെ KPCC പ്രസിഡന്റാക്കി കൊണ്ടുവന്നു പിന്നെ സണ്ണിയെ. പക്ഷെ എനിക്കൊന്ന് സണ്ണി ജോസഫിനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ സ്വീകരിച്ച ലക്ഷണമാണുള്ളത്. കാരണം എന്താ സംശയം? അതിന് ഏബിളാണെന്നേ, ആൾ ഏബിളാ, ദുഷ്പേരൊന്നുമില്ലല്ലോ, നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല സണ്ണി ജോസഫിനെ കുറിച്ച്. അയാൾ നല്ല പ്രസന്റർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഡിബേറ്റർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, പൊളിറ്റിക്സ് അറിയാത്ത ആളാണെന്ന് പറയാൻ പറ്റത്തില്ല, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാത്ത ആളാണെന്ന് പറയാൻ പറ്റത്തില്ല, ഓർഗനൈസർ അല്ല എന്ന് പറയാൻ പറ്റില്ല. കണ്ണൂർ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കേരളത്തിൽ ഓർഗനൈസ് ചെയ്യാൻ വേറെ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, സ്കിൽഡാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ സുധാകരൻ കൊണ്ടുനടന്ന നേതൃത്വത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ അതിൽ 1 ഇഞ്ച് പോലും കുറവ് വരാതെ കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല സുധാകരന് പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ എന്താ പറയണ്ടേ, മീഡിയയുടെ മുമ്പിൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. സണ്ണി ജോസഫിന് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ചെമ്പിളിയും ബഹളവും ഒന്നും ഇല്ലാതെ, ഞാൻ വലിയ സംഭവമാണെന്നൊന്നും ധരിക്കാതെ അത്തരം തലക്കനമോ ജാടയോ ഒന്നും ഇല്ലാതെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പം ആ രീതിയിൽ പോകും. മാത്രമല്ല ഇന്നലെ ഇപ്പം ഇന്ദിരാഭവനിലെ ഈ സ്ഥാനാരോഹണം നടക്കുന്ന സമയത്ത് അവിടെ കെ സുധാകരൻ നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല ഇടപെടലുണ്ട്. അവരുടെ പത്തനംതിട്ട DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന MJ കണ്ണൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. MJ കണ്ണൻ മരിച്ചപ്പോൾ MJ കണ്ണൻ്റെ കഴിഞ്ഞ തവണ അടൂര് സ്ഥാനാർത്ഥിയായിരുന്നു, ചിറ്റയം ഗോപകുമാറിനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. MJ കണ്ണൻ വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്, സംഘടനാ പ്രവർത്തനം നടത്തിയതാണ്, ചെറുപ്പക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ മകന് ക്യാൻസർ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്ന ക്രൈസിസിലൂടെ. അതിനിടയിലാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കുന്നത്. സുധാകരൻ വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് പറഞ്ഞത്. അതായത് പ്രവർത്തകരുമായിട്ടുള്ള വൈകാരിക ബന്ധം സുധാകരൻ്റെ. അപ്പം അസ്വസ്ഥനായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ജയന്തിൻ്റെ കൂടെ രാവിലെ ഇന്ദിരാഭവനിലോട്ട് പോകുമ്പോഴും ഇയാൾ വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു, വല്ലാതെ സെൻറ്റിമെൻ്റലായിരുന്നു എന്ന് പറഞ്ഞു. അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അവന് കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്, അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ സുധാകരൻ പ്രസംഗിക്കുമ്പോൾ സുധാകരൻ പ്രഖ്യാപിക്കുകയാണ് 5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അതിന് സുധാകരൻ തന്നെ മുൻകൈയുടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചില പ്രമാണിമാരോടൊക്കെ സംസാരിച്ചു. പക്ഷേ അതിൻ്റെ തുടർച്ച ഉണ്ടാവണമെന്ന് സണ്ണി ജോസഫിനോട് ആ വേദിയിൽ വെച്ചിട്ട് ആവശ്യപ്പെട്ടു. അപ്പം ആ രീതിയിലുള്ളൊരു സാധനം സണ്ണി ജോസഫ് അതേപോലെ തന്നെ കൈകാര്യം ചെയ്യും, അതിൻ്റെ തുടർച്ച ഉണ്ടാവും. മറ്റൊന്ന്, ഇതിനകത്തുള്ള ഒരു ഇക്വേഷൻസ് വന്ന് നോക്കുമ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സാമുദായിക സംഘടനകളുടെ സഭകളുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണം. ആ വീതം വെച്ച് കൊടുക്കൽ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി. ഇപ്പം വൈസ് പ്രസിഡന്റുമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബാക്കിയുള്ള KCയുടെ പക്കാ KC എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റുന്ന AP അനിൽകുമാർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. KC അന്ധമായ KC വേണുഗോപാലിൻ്റെ അനുയായി എന്ന് പറയാമെന്ന്, അത് അനുയായി എന്നല്ല, അവർ തമ്മിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റാത്തതാണ്. അനിൽകുമാറും അതിപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നവർക്കാണ്. അപ്പോൾ ആ രീതിയിലുള്ള പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ബന്ധങ്ങൾ അവർ തമ്മിലുണ്ട്. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ്. അനിൽകുമാറിനെ വിശ്വസ്തൻ എന്ന് പറയാൻ അനിൽകുമാറിനെ മാത്രമേ ഉള്ളൂ. VC വിശ്വനാഥ് വിശ്വസ്തൻ എന്ന് പറയാൻ പറ്റത്തില്ല. സംഘടനാ രാഷ്ട്രീയത്തിനകത്ത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ളത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലാതെ അവർക്കെല്ലാം കടപ്പാടുള്ളത് ഏറ്റവും കൂടുതൽ ബെന്നി ബെഹനാനോടും PT തോമസിനോടും ആയിരുന്നു, ഉമ്മൻചാണ്ടിയോടും. ബെന്നി ചേട്ടനും PT തോമസും കൂടിയാണ് ഇവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഷാഫി അങ്ങനെ കൊണ്ടുവരുന്നത്, ഷാഫിയുടെയും കടപ്പാട് അവിടെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഉള്ളത് AP അനിൽകുമാർ ഇങ്ങനെ ഇപ്പുറത്ത്. പിന്നെ മാറിയ ടീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിദ്ദിഖിന് പോയിട്ട് ഷാഫി വരുമ്പോഴും സിദ്ദിഖിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിലേക്ക് പോയത് നമ്മൾ നേരത്തെ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. കാരണം UDF മിനിസ്ട്രി 2026 വരികയാണെങ്കിൽ കേരളത്തിൽ മന്ത്രിയായിട്ട് വരാനുള്ള ഏറ്റവും യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പ് ഏതോ ആവട്ടെ, വകുപ്പ് ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്കൊന്നും കിട്ടിയില്ല എന്ന് വരും. ജൂനിയർ ആണല്ലോ, 3 പ്രാവശ്യം നിയമസഭയിലെത്തിയെങ്കിലും. പക്ഷേ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ.
ഇനിയിപ്പം അത് സിദ്ദിഖിനാണോ അൻവർ സാദത്താണോ ആരാണ് വരിക എന്നുള്ളത് അറിയത്തില്ല. ഞാൻ അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിന്റെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ IAS-കാരെല്ലാവരും ഒരു 25 വയസ്സ് കഴിഞ്ഞ തുടങ്ങിയുള്ള IAS-കാരുണ്ട്. ഈ IAS-കാരൊക്കെ എനിക്ക് 60 വയസ്സോടുകൂടി അവരെല്ലാം റിട്ടയർമെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് തുടങ്ങി ഒരു 45-50 വയസ്സ് വരെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർ കൂടുതലായിട്ട് കടന്നു വരേണ്ടതല്ലേ മന്ത്രിസഭയിൽ? അല്ല, അങ്ങനെ അത് പിന്നെ 2016 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 93 വയസ്സുള്ള VS അച്യുതാനന്ദൻ വീണ്ടും മത്സരിക്കുന്നതിനെക്കുറിച്ച് വയസ്സ് എന്ന ആളെ കളവനെ കൊണ്ട് നിർത്തി എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പം തല നരച്ചതല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കായികയല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കായികയാണ് എൻ്റെ യൗവനം എന്ന് VS ആരാ എഴുതിയെന്നറിയത്തില്ല കവിത കൂട്ടിയത് പറഞ്ഞതുപോലെ അകാല വാർദ്ധക്യം ബാധിച്ച ചെറുപ്പക്കാരും എന്നാൽ യൗവനം നഷ്ടപ്പെടാത്ത പ്രായമുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള തിരിച്ചടി കാണുന്ന കോണ്ടെക്സ്റ്റിൽ അജിത് ഡോവലിനെ പോലെ 80 വയസ്സുള്ള ഒരാൾ രാജ്യത്തിൻ്റെ ദേശീയ ഉപദേഷ്ടാവായി കൃത്യമായി ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്ന കാലത്ത് പ്രായം ഇതിനൊന്നും തടസ്സമല്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ 2026 കോൺഗ്രസിന് എന്തെങ്കിലും നമുക്ക് നല്ലൊരു സ്കോപ്പ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ പിന്നെ എന്താ പറയുന്നത്, പെട്ടെന്ന് ഒരു സുവർണാവസരം വീണ് കിട്ടിയ പോലെ തോന്നിയിരുന്നു. കാരണം ഈ സുധാകരൻ പിന്നെ ഇവരോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചപ്പോൾ ഞാൻ മാറുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടാവുകയും ആൻഡോയെ കുണ്ടിരിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡോയെ വന്നിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ കട്ടപ്പോക കാണുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം വന്നപ്പം ഒരു ചെറിയ അവസരം പോലും ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തു കോൺഗ്രസിനകത്ത്. കാരണം സണ്ണി ജോസഫ് വന്നപ്പോൾ ആർക്കും പ്രശ്നമില്ല. ആർക്കും സണ്ണി ജോസഫ് സഭയുടെ നോമിനിയായിട്ട് ആരും കാണുന്നില്ല, ഒന്നുമില്ല. സുധാകരൻ്റെ നോമിനിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുധാകരൻ മാറിയതിൽ പ്രതിഷേധമുള്ള പ്രയാസമുള്ള ആളുകൾക്ക് പോലും സുധാകരൻ പറഞ്ഞ ആൾ വന്നു. പിന്നെ അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. സണ്ണി ജോസഫിനെ കുറിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ഗുണഗണങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെ പിന്നെ ഷാഫി അതിനകത്തുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. PC വിശ്വനാഥ് ഉണ്ട്. KC വിശ്വനാഥ് കർണാടകയുടെ ചുമതല ഉണ്ടായിരുന്നു അന്ന് AICC സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ PC വിശ്വനാഥ് ആണെങ്കിലും ആദ്യം വരുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിട്ട് വന്നിട്ട് നിയമസഭയിൽ വന്നപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് വരുമ്പം നിയമസഭയിൽ വലിയ നല്ല പ്രകടനമില്ല, നന്നായിട്ട് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ശീലങ്ങൾ കൊണ്ട് നിരന്തരമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് തിരുവഞ്ചൂരൊക്കെ അങ്ങനെ വന്ന ആളാണ്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് മികച്ച പാർലമെൻറ്റേറിയനായിട്ട് മാറിയിട്ടുണ്ട് വിഷ്ണു. അപ്പോൾ വിഷ്ണു ഇങ്ങനെയുള്ള ഈ ഒരു ടീം എന്ന് പറയുന്നത് നല്ലൊരു ടീമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ആ ടീമിന് UDF-നെ നന്നായിട്ട് നയിക്കാൻ പറ്റും. പിന്നെ അടൂർ പ്രകാശ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ അങ്ങേറ്റത്തെ വിദഗ്ധനാണ്. അതിനകത്ത് യാതൊരു സംശയവും ആർക്കും ഇല്ലല്ലോ. അദ്ദേഹമാണല്ലോ ആദ്യമായിട്ട് ഡബിൾ വോട്ടിങ്ങിനെതിരെ രംഗത്ത് വരികയും ആ ഡബിൾ വോട്ടിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യിപ്പിക്കുകയും ചെയ്തത് വ്യക്തി അടൂർ പ്രകാശാണ്. കോന്നിയിൽ സ്ഥിരമായിട്ട് പിന്നെ പ്രകാശ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ പ്രകാശ് 2019 ലോക്സഭയിൽ പോയതിനു ശേഷം പിന്നീട് അവിടെ തൊടാൻ പറ്റിയിട്ടില്ല. കാരണം ബൈ ഇലക്ഷനിൽ ജനീഷ് കുമാർ ജയിച്ചു. പിന്നീട് 2021 റോബിൻ പീറ്ററിനെ മത്സരിപ്പിച്ച് പിന്നെ അന്ന് ആദ്യം പ്രകാശുമായിട്ട് ഉടക്കിയിട്ടാണ് ഇവരുമായിട്ട് ഉടക്കിയിട്ടാണ് നിന്നിരുന്നത്. പിന്നെ ബലം പ്രയോഗിച്ച് മത്സരിപ്പിച്ചു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ആറ്റിങ്ങിൽ പോയിട്ടും ആ വിജയം ആവർത്തിക്കുന്നു. അടൂർ പ്രകാശ് നല്ല തന്ത്രജ്ഞനാണ്. അപ്പോൾ പിന്നെ ഈഴവ സമുദായത്തിൻ്റെ ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം പാലിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ആ ഇക്വേഷൻസ് പാലിക്കുമ്പം ആർക്കും ഒരു പരിഭവം പറയാനില്ല. ഇപ്പം നിലവിൽ സണ്ണി ജോസഫിനെതിരെ ഒരു കോണിൽ നിന്നും ഒരു സാമുദായിക സംഘടനയുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നവുമില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനിടയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവന്മാർ ഈ കൈ കിട്ടും റെഡിയായിട്ട് തരാൻ ജനങ്ങൾ തരാൻ തയ്യാറാണ്, പക്ഷേ ഇവരിത് വേണ്ടെന്നും പറഞ്ഞ് ഭരണം തട്ടിക്കളയുന്ന അവസ്ഥയുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് നല്ലൊരു ഞാൻ കരുതിയത് ഈ കോൺഗ്രസിനകത്തെ പൊട്ടിത്തെറി വന്നപ്പോൾ LDF-ന് ഈസി വാക്ക് ഓവർ അടുത്ത തെരഞ്ഞെടുപ്പിനും കിട്ടുമെന്ന് കരുതി. പക്ഷേ ഇപ്പോഴത്തെ ടീമിൻ്റെ ഈ ഒരു വരവ് കണ്ടപ്പോൾ ആ ടീം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ടീമാണ്. ഇനി ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ലൈഫുണ്ട്. ഏതെങ്കിലും 2026 കോൺഗ്രസിന് വളരെ വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് പുതിയ KPCC നേതൃത്വത്തിൻ്റെയും UDF കൺവീനറായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിൻ്റെയും നിയമനം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതെങ്കിലും കാത്തിരുന്ന് കാണാം 2026 കോൺഗ്രസിന് ശുഭകരമായിരിക്കുമോ അല്ലയോ എന്ന്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.